ദേവ് ട്രാവൽ വേൾഡ് 100 വീഡിയോകൾ പൂർത്തീകരിച്ച് പ്രയാണം തുടരുന്ന ഈ വേളയിൽ നിങ്ങൾക്കേവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ജയവിലാസ് പാലസ്. ഗ്വാളിയോർ മഹാരാജാവായിരുന്ന ജയാജി റാവു സിന്ധ്യ 1874 ഈ കൊട്ടാരം പണികഴിപ്പിച്ചത്. ഗ്വാളിയോർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇവിടേക്കുള്ള ദൂരം കേവലം 2 കിലോമീറ്ററിൽ താഴെ മാത്രമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് യൂറോപ്യൻ വാസ്തുവിദ്യാരീതിയിൽ നിർമ്മിച്ച ഈ വെള്ളക്കൊട്ടാരം സിന്ധ്യ രാജകുടുംബത്തിൻ്റെ സ്വകാര്യ സ്വത്താണ്. 12,47,710 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഈ കൊട്ടാരത്തിൽ 400 മുറികളുണ്ട്. ഇതിൽ 40 മുറികൾ മ്യൂസിയമായി പ്രവർത്തിച്ചു വരുന്നു. മ്യൂസിയത്തിലെ പ്രവേശന നിരക്ക് ആളൊന്നിന് ഇന്ത്യക്കാർക്ക് 300 രൂപയും വിദേശികൾക്ക് 850 രൂപയുമാണ്. 75 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ കൊട്ടാരം 1874 പണി കഴിക്കുമ്പോൾ 1 കോടി രൂപ ചെലവ് വന്നിരുന്നു. 4000 കോടി രൂപയുടെ മൂല്യം ഇന്ന് ഈ കൊട്ടാരത്തിന് ഉണ്ട്. നാരകം ഉൾപ്പെടെ ഒട്ടേറെ ഫലവൃക്ഷങ്ങൾ ഈ കൊട്ടാരവളപ്പിനകത്തുണ്ട്. 1 ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ള നടുമുറ്റത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ടസ്കൻ കൊറിന്ത്യൻ വാസ്തുവിദ്യാരീതികൾ സമന്വയിപ്പിച്ചുകൊണ്ട് ഇറ്റാലിയൻ ഘടനയിലാണ് ഈ കൊട്ടാരം പണിതിട്ടുള്ളത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഗ്വാളിയോറിലെ DPIയും ചീഫ് സെക്രട്ടറിയും ആയിരുന്ന ലഫ്റ്റനന്റ് കേണൽ സർ മിഖായേൽ ഫിലോസെ ആണ് ഈ കെട്ടിടം രൂപകൽപ്പന നടത്തിയതും നിർമ്മിച്ചതും. ടസ്കൻ ശൈലിയിൽ 1-ാം നിലയും ഇറ്റാലിയൻ ഡോറിക് ശൈലിയിൽ 2-ാം നിലയും കൊറിന്ത്യൻ ശൈലിയിൽ 3-ാം നിലയും പണിതിട്ടുള്ള ഈ കൊട്ടാരത്തിൽ മുഗൾ വാസ്തുവിദ്യയുടെ സമ്മേളനവും ദർശിക്കാം. 1964 പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കപ്പെട്ട ജിവാജി റാവു സിന്ധ്യ മ്യൂസിയത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ പ്രവേശിച്ചിട്ടുള്ളത്. ദീർഘകാലം കേന്ദ്രമന്ത്രിയായിരുന്ന മാധവറാവു സിന്ധ്യയുടെ ഗാലറിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഫാദർ ഓഫ് മോഡേൺ ഗ്വാളിയോർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന മാധവറാവു സിന്ധ്യ ആയിരുന്നു 1961 മുതൽ 2001 വരെ ഗ്വാളിയോറിൻ്റെ രാജപദവിയിൽ ഇരുന്നത്. മാധവറാവു സിന്ധ്യയുടെ കുട്ടിക്കാലം മുതൽ 56-ാമത്തെ വയസ്സിൽ 2001 സെപ്റ്റംബർ 30 അദ്ദേഹം മരണപ്പെടുന്നതുവരെയുള്ള കാര്യങ്ങൾ വിശദമായി ഈ ഗാലറിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിഥികൾക്ക് മുന്നിൽ തീൻമേശയിൽ അവർക്കുള്ള മദ്യവും സിഗരറ്റും എത്തിച്ചിരുന്ന സിൽവർ ട്രെയിൻ ആണിത്. ഈട്ടിത്തടിയിൽ നിർമ്മിച്ച മനോഹരമായ കൊത്തുപണികളുള്ള ധാരാളം ഫർണിച്ചറുകൾ ഈ കൊട്ടാരത്തിൽ ഉണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൽ നിന്നെത്തിച്ച ഈ ഫർണിച്ചറുകൾ നിർമ്മിച്ച നമ്മുടെ നാട്ടിലെ തൊഴിലാളികളുടെ കരവിരുതിൽ നമുക്ക് ഏറെ അഭിമാനിക്കാൻ വകയുണ്ട്. രൂപകൽപ്പനയിലും കൊത്തുപണിയിലും ഗുണമേന്മയിലും വളരെ മികച്ച നിലവാരം പുലർത്തുന്ന ഈ ഗൃഹോപകരണങ്ങൾ അക്കാലത്തെ പരമ്പരാഗത തൊഴിലാളികളുടെ കരവിരുത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത ടൈലുകളുടെയും മറ്റു ഉൽപ്പന്നങ്ങളുടെയും ഒരു വലിയ നിര തന്നെ ഈ കൊട്ടാരത്തിൽ ഉണ്ട്. അക്കാലത്ത് ഉപയോഗത്തിലിരുന്ന ആയുധങ്ങളുടെ ഒരു വൻ ശേഖരം ഈ മ്യൂസിയത്തിൽ നല്ല നിലയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വിവിധ തരത്തിലുള്ളതും നിർമ്മാണത്തിൽ ഏറെ പെർഫെക്ഷൻ ഉള്ളതുമായ ലോഹ ആയുധങ്ങളാണ് ഇവയിൽ ഏറെയും. പലതരത്തിലുള്ള തോക്കുകൾ.
വിദേശ നിർമ്മിത പരവതാനികൾ. ബെൽജിയൻ ഗ്ലാസ് കൊണ്ട് അലങ്കരിച്ച ജനൽപാളികൾ. മനോഹരമായി അലങ്കരിച്ച പല്ലക്കുകൾ, രഥങ്ങൾ. അക്കാലത്ത് നായാടി പിടിച്ച കടുവയുൾപ്പെടെയുള്ള മൃഗങ്ങളുടെ സ്റ്റഫ് ചെയ്ത രൂപങ്ങൾ. പാശ്ചാത്യ രീതിയിലും പൗരസ്ത്യ രീതിയിലും ക്രമീകരിച്ച ഭോജനാലയങ്ങൾ. രാജാവിനും രാജ്ഞിക്കും പ്രത്യേകം ഇരിപ്പിടങ്ങളുള്ള ഇവിടെ ഭക്ഷണം വിളമ്പുന്നത് വെള്ളിത്താലത്തിലാണ്. ഗ്വാളിയോറിൻ്റെ പഴയകാല ചരിത്രം വിളിച്ചോതുന്ന എണ്ണഛായാചിത്രങ്ങളും ഫോട്ടോഗ്രാഫുകളും. രാജസഭയുടെ നയങ്ങളും തീരുമാനങ്ങളും വിശദീകരിക്കുന്ന ഹിന്ദിയിൽ എഴുതിയ പുസ്തകങ്ങൾ. ഗ്വാളിയോറിലെ കലകളെയും വ്യവസായങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഛായാചിത്രങ്ങളും പുസ്തകങ്ങളും ഭൂപടങ്ങളും മറ്റുൽപ്പന്നങ്ങളും. ദർബാർ ഹാൾ, രാജസഭ ചേരുന്ന സ്ഥലം. പാശ്ചാത്യ രീതിയിലും ഇന്ത്യൻ രീതിയിലും നിർമ്മിച്ച ദർബാർ ഹാളുകൾ ഇവിടെയുണ്ട്. ഇന്ത്യൻ രീതിയിലുള്ള ദർബാർ ഹാളാണ് ഈ കാണുന്നത്. പുരാതന ഇന്ത്യയിലെ ശില്പകലയുടെയും കൊത്തുപണിയുടെയും മഹത്വം വിളിച്ചോതുന്ന ശിലാശില്പങ്ങൾ. ഇവയിൽ പലതും 1000ഓളം വർഷം പഴക്കമുള്ളവയാണ്. വീഡിയോഗ്രാഫിക്ക് അനുവാദമില്ലാത്ത മ്യൂസിയത്തിനകത്തു നിന്നും ഞങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. സിന്ധ്യ രാജകുടുംബാംഗങ്ങളുടെ ഉടമസ്ഥതയിൽ നല്ല നിലയിൽ പരിപാലിച്ചു പോരുന്ന ഒരു മ്യൂസിയവും കൊട്ടാരവും ആണ് ഇത്. ഗ്വാളിയോറിൻ്റെ ഗതകാലത്തേക്ക് നമ്മെ വിളിച്ചു കൊണ്ടുപോകുന്ന ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ ഈ മ്യൂസിയത്തിലുണ്ട്. മ്യൂസിയം കൂടാതെ അനേകം മുറികളുള്ള ഈ കൊട്ടാരത്തിലെ മറ്റു മുറികളോ കെട്ടിട ഭാഗങ്ങളോ കാണാനുള്ള അവസരം സന്ദർശകർക്ക് ഇല്ല. തിങ്കളാഴ്ച ഒഴികെ മറ്റെല്ലാ ദിവസങ്ങളിലും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് മ്യൂസിയത്തിലേക്കുള്ള പ്രവേശനം സന്ദർശകർക്ക് അനുവദിക്കുന്നത്. മധ്യപ്രദേശിലെ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.